Who are you? My name is Teresa. Not Kanpur. Not Kanpur? No. ഇതുവരെ കണ്ടിട്ടില്ലല്ലോ സാധനം. വരൂ. One of my most favorite places in the Netherlands. Oh my God! Look at this. ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരിക്കലും ബോറടിക്കത്തില്ലായിരിക്കും അല്ലേ? എന്ത് ഭംഗിയാ. ഹായ് എവ്രി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഗ്രേസ്ഫുൾ ടേൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഞാനും തെരേസ് ചേച്ചിയാണ് ഇന്ന് കിച്ചണിലെ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇവറ്റൊരു സ്ഥലം കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ സ്ഥലം ഏതാണെന്ന് പറയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് തമിഴിൽ കണ്ടുമ്പോൾ മനസ്സിലായി കാണുമല്ലോ. Can you please introduce yourself? Who are you? My name is ഒച്ചയില് എന്ത് സൗണ്ടില്. My name is Teresa. തെരേസ അല്ല, തെരേസ. എന്റെ ഒറിജിനൽ പേര് ഞാൻ മറന്നുപോയി. കുറെ പേര് ടെറീസ എന്ന് വിളിക്കും, തെരേസ എന്ന് വിളിക്കും, ട്രീസ എന്ന് വിളിക്കും. ഇട്ട പേര് ടെറീസ. ഞാൻ താമസിക്കുന്ന സ്പെയിനിലാ, പക്ഷേ നാട് കാഞ്ഞിരപ്പള്ളി. എന്താ ഇവിടെ എവിടുന്നവരുണ്ടല്ലോ. ഒരെണ്ണം കേരളത്തിൽ നിന്ന് വന്നു, ഒരെണ്ണം ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ എന്നാ പിന്നെ രണ്ടുപേരെയും കണ്ടേക്കാന്ന് ഓർത്ത് ഇനി പോന്നു. കെട്ടിയരം പിള്ളേരെയൊക്കെ വഴിക്ക് കെട്ടിയോടെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ രീതി നിൽക്കുക. ഇവിടെ വന്ന് ചായ ഉണ്ടായിക്കോട്ടെ. സത്യം, അവിടെ ഇതൊക്കെ തന്നെ പണി. അവിടെ ചായ ഉണ്ടാക്കുന്ന സ്ഥലം മാറിയത് മാത്രമേ ഉള്ളൂ. ജോലിക്ക് വലിയ മാറ്റമൊന്നുമില്ല. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി. നമുക്കിനി കുറച്ച് അധികം ട്രാവൽ ഉള്ളതാണ്. എവിടെ പോണേ? ഗീതോൺ. Okay, see there. നമുക്കിവിടെ നിന്ന് ആക്ച്വലി ഒരു 1.5 മണിക്കൂർ ജേണി ഉണ്ട്. ഒരു 100 കിലോമീറ്റർ 1.5 മണിക്കൂർ കൊണ്ടാണ് ആലോചിക്കുന്നത്. വിവറ്റ് വെറുതെ പറക്കുമായിരുന്നു. അങ്ങനെ പോണ വഴി നമുക്ക് ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1.5 എന്നുള്ളത് കുറച്ചങ്ങോട്ട് കൂടിപ്പോയി. വിവറ്റിൻ്റെ ഫേസ് കണ്ടില്ലായിരുന്നു. നമ്മൾ സ്റ്റക്കായിരുന്നു ട്രാഫിക്കിൽ. ഒരനക്കം ഉണ്ടായിരുന്നില്ല കുറേ നേരത്തേക്ക്. ഒരു 20-30 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ കിടക്കുമായിരുന്നു. റോട്ടിലിറങ്ങിയ ആൾക്കാർ ഡോറൊക്കെ തുറന്ന് വെറുതെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ദൈവം ഇവിടുന്ന് പോവില്ലേ എന്ന്. പിന്നെ ഒരു ഫീൽഡ് ആയതുകൊണ്ടും അപ്പുറത്ത് ഇപ്പുറത്ത് കാണാൻ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുകൊണ്ടും നമ്മളങ്ങനെ വ്യൂ ഒക്കെ കണ്ടിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്ക് അത്ര ഹാപ്പി ആയിരുന്നില്ല. ഫൈനലി നമ്മുടെ വണ്ടി എടുത്തു. അന്നേരമാണ് വിവറ്റൊന്ന് ഓക്കെ ആയത്. ഇപ്പോഴാണ് ഞാൻ ട്രാക്കിലേക്ക് വീണമെന്ന് പറഞ്ഞത്. സോ അങ്ങനെ നമ്മൾ കുറേ പാട്ടൊക്കെ കേട്ട് ചേച്ചി അങ്ങനെ പറപ്പിക്കാൻ തുടങ്ങി. കുറേ നേരം ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ കേട്ടു. അതിനുശേഷം ഞങ്ങൾ പാട്ടെല്ലാം ഓഫ് ചെയ്ത് കുറേ നേരം ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് പരസ്പരം ഒന്നും ഞങ്ങൾ സംസാരിച്ചില്ല എന്ന് തന്നെ പറയാം. ഞങ്ങൾ 3 പേരും അങ്ങനെ പെട്ടെന്ന് വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോയി. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോഡ് ട്രിപ്പായിരുന്നു അത്. വി എൻജോയ്ഡ് എ ലോട്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോഡ് ട്രിപ്പായിരുന്നു അത്. ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ഓ മൈ ഗോഡ്, ഈ ജേർണി തന്നെ ഇത്ര ബ്യൂട്ടിഫുൾ ആണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ. അവിടെ കണ്ടൊരു കോട്ടാണേ, എന്നെ അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. Enjoy little things in life because one day you will look back and realize they were the big things. ചിലപ്പോഴൊക്കെ നമുക്കും ലൈഫിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പം തൊട്ട് എൻജോയ് ദ മൊമെൻറ്റ്, എൻജോയ് ദ പ്രസൻറ്റ്. ഞാൻ അതിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണേ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ട്രിപ്പ്. പിന്നെ ഇതുങ്ങൾ 2 എനിക്ക് എങ്ങനെ കിട്ടിയെന്നല്ലേ? ചില യാത്രകൾ നമുക്ക് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് നമ്മുടെ കോർ മെമ്മറിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ കൂടെ ആരുണ്ട്, നമ്മൾ ആരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ അനുസരിച്ചല്ലേ. സോ ഗീതോൺ ഈസ് എ വെരി സ്പെഷ്യൽ ഡെസ്റ്റിനേഷൻ ഫോർ മീ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദീസ് 2 പീപ്പിൾ. ഒരാളവിടെ ഇരുന്നും കിടന്നും നിന്നും ഒക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. ഞാൻ പറഞ്ഞല്ലോ, എത്ര ഫോട്ടോ എടുത്താലും നമ്മൾ എത്ര ഇങ്ങനെ നടന്ന് കണ്ടാലും നമുക്ക് മതി വരാത്ത ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഗീതോൺ. തണുപ്പ് ഇതും തണുപ്പല്ല, നോട്ട് തണുപ്പ്.
തണുപ്പ് നോ ഇത് തണുപ്പല്ല. മൈനസ് അതാണ് തണുപ്പ്. ഫീൽസ് ലൈക്ക് ടു. യാ നല്ല കാറ്റുണ്ട്. സ്പെയിനമ്മച്ചിക്ക് എന്താ പറയാനുള്ളത്? സ്പെയിനമ്മച്ചി മറ്റേ അന്റാർട്ടിക്കയിലൊക്കെ ഞാൻ വന്നു പോയല്ലോ എന്ന് തോന്നുകയാണ്. സ്പെയിനിൽ നിന്ന് വന്നു നമ്മളെ കാശ് മുടക്കി വന്ന തണുപ്പ്. പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളതൊക്കെ ഇങ്ങനെ ആ യാത്രയിൽ അതൊക്കെ അങ്ങ് മറന്നുപോയി. ഒത്തിരി നടക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഒത്തിരി നടക്കാനുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് തണുപ്പും കാറ്റും ഒക്കെ അങ്ങനെ അങ്ങനെ വിട്ടുപോയി. കണ്ടോ ആഴമില്ല. ഓക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിലും അവിടെയും കാണുമല്ലോ സിവിക് സെൻസ് ഇല്ലാത്ത കുറേ പേര്. സോ ആ പോയ 2 കുട്ടികളെന്നല്ല 2 പയ്യന്മാർ അങ്ങനെയുള്ളവരായിരുന്നു. ആൾക്കാർ അവിടെ നടന്ന് എൻജോയ് ചെയ്യുമ്പോൾ ഇവന്മാരിങ്ങനെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരെയും. ഓക്കെ, അതൊക്കെ വിട്ട് നമ്മളിനി കുറച്ച് നേരം ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ ഗീത്തോണിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വിഷ്വൽസാണ്. അതിനെനിക്ക് ഓഡിയോ കൊടുക്കണമെന്ന് തോന്നുന്നില്ല. സോ യു ഗൈസ് എൻജോയ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഗീത്തോൻ്റെ വിഷ്വൽസും ബ്യൂട്ടിയും ഒന്നും. പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ദിസ് പ്ലേസ് ഹാസ് 0 cars and 0 traffic lights. വിശ്വസിക്കാൻ പറ്റുമോ? അതെ, ഇവിടെയുള്ളവർക്ക് കാർസ് ഇല്ല, വണ്ടികളില്ല, ഒന്നുമില്ല. സൈക്കിൾസ് ഉണ്ട്, പക്ഷെ അവരെങ്ങനെ കാർ ഓടിക്കാനാ? ഇവിടെ മുഴുവൻ കനാൽസ് അല്ലേ. പക്ഷെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ കുറച്ച് മാറി ഒരു സൈഡിൽ അവർക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ കൂടെ വണ്ടികളൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് ബോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. Oh my god, I am in heaven. This is amazing. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് വിവേറ്റ് പറഞ്ഞു ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത് ഈ സംഭവം, വന്ന് കാണാനേ പാടുള്ളൂ. ബട്ട് ലിറ്ററലി oh my god, look at this. Wow. Thanks to Vivette. Oof. Amazing. ഒരു തവണയെങ്കിലും ഇവിടെ വരണം. ഇനി നമ്മൾ പോകുന്നത് അവിടെയുള്ളൊരു കുട്ടി മ്യൂസിയത്തിലേക്കാണ്. വലിയ മ്യൂസിയം ഒന്നുമല്ല, പക്ഷേ ഭയങ്കര പ്രിട്ടി സാധനങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടി മ്യൂസിയം. ദീസ് ഓൾ ആർ റിയൽ. കടലിനുള്ളിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം സുവനേഴ്സായിട്ട് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. പിന്നെ ഒത്തിരി ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒത്തിരി പേൾ സ്റ്റോൺസ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. Look at the mirror. It says you are beautiful. ഇത് എൻ്റെ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസസ് ഇൻ ദ നെതർലൻഡ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് റിലാക്സ് ചെയ്യാമെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് സോ പെർഫെക്റ്റ്. ഇവിടെ വരുമ്പോൾ ഞാൻ മിക്ക സമയം സൈലന്റ് ആവാറുണ്ട്. കാരണം എനിക്ക് ആ ബ്യൂട്ടി ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സമയം എടുക്കും. ഓക്കെ. തെരേസ, എന്താണ് സ്ഥലത്തെ പറ്റി പറയാനുള്ളത്? പറയാനില്ല, ഒന്നും പറയാം. കണ്ടിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ ഇത്രയും വൃത്തിയായിട്ടുണ്ട്. അവരെങ്ങോട്ട് ജനല് തുറന്ന് നോക്കിയാലും അവർക്കെല്ലാം എന്താ പറയുന്നത്, ഭയങ്കര ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരിക്കലും ബോറടിക്കത്തില്ലായിരിക്കും അല്ലേ. എന്ത് ഭംഗി അത്, അങ്ങോട്ടും നോക്കാൻ പറ്റില്ല ഇങ്ങോട്ടും നോക്കാൻ പറ്റില്ല.
സത്യം ഇവിടെ വരുമ്പോ വിവറ്റ് പറഞ്ഞാല് സൈലന്റ് ആവും. നമ്മള് ഫോണും എടുക്കത്തില്ല, ഒന്നും എടുക്കത്തില്ല, ചുമ്മാ നമ്മള് ഫോൺ എന്റെ ബാഗിലാണ്, ഞാൻ എടുത്തിട്ടില്ല, പുറത്ത് എടുത്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ആ ബ്യൂട്ടി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവുക. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ പോകുന്ന ആ ഡക്കിന് വരെ ഉണ്ടല്ലോ അതിന്റെ പെടലി, അതിന്റെ പെടലി, പച്ചക്കറിയുള്ള പെടലി. ആ പച്ചയുടെ ആ കളറ് കേട്ടോ, എന്ത് ഭംഗിയുടെ കളറാണ് പച്ച. ഡക്ക് അറിയുന്നുണ്ട്, ഡക്കിന്റെ പെടലി നോക്കി അതോടെ നടക്കുക. അതൊന്ന് പെടലി പൊക്കാൻ ഞാൻ നോക്കിയിരിക്കും ഒരു ഫോട്ടോ കിട്ടാൻ. എന്ത് രസം നോക്കിയാൽ നോക്കി. അതെ, താങ്ക്സ് ടു വിവറ്റ്. ഇനിയും വരും. അതെ അതെ. അങ്ങനെ പെടലി നോക്കി 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 നമുക്ക് ഡക്കിൻ്റെ ഒരു പെടലി കിട്ടിയിരിക്കുന്നു. ഐ മീൻ ഒരു പച്ച പെടലിയുള്ള ഡക്ക് നമുക്ക് പോസ് ചെയ്ത് തന്നു. തെരസ് ചേച്ചി പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പുള്ളിക്കാർക്ക് ഇങ്ങനത്തെ എസ്തെറ്റിക് എന്താ പറയുക ഷോർട്സ് എടുത്ത് വെച്ചിട്ട് അത് വരയ്ക്കുന്ന പരിപാടിയുണ്ട്. നമ്മള് ഈ വിവറ്റ് ആരാന്ന് നമുക്കറിയണ്ടേ? വിവറ്റ് ഒരു വലിയ സംഭവമാണ്. വിവറ്റാരാണ്? ഓക്കെ, ഇവറ്റ് ഭാവിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവ സംവിധായികയാണ്. അതെ, ഇവറ്റിന്റെ ഒരു ഷോർട്ട് ഫിലിം നമ്മുടെ തന്നെ ചാനലിൽ കിടപ്പുണ്ട്. സോ അതെല്ലാരും കാണണം. ഞാൻ മുകളില് ഇവിടെ 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 എവിടെയോ 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 എവിടെയൊക്കെ ഇടുന്നതായിരിക്കും. സൈഡിൽ കൂടെ നൈസ് ആയിട്ടൊരു പ്രൊമോഷൻ. സീരിയസ്ലി, ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മുടെ എസ്തെറ്റിക് കുഞ്ഞമ്മ എടുത്ത ഫോട്ടോയാണ്. എന്നോട് ഇങ്ങനത്തെ ഷോട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി എടുത്ത ഫോണിൽ നിന്ന് ഇങ്ങനെ പാൻ ചെയ്ത് വരണം എന്നൊക്കെ. എന്താണോ എന്തോ. എനിക്കിത് വീഡിയോ എടുത്തിട്ട് മതിയാവുന്നില്ല. ഇത് കണ്ടോ, ഇത് ആ കനാൽ സൈഡിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറിയുള്ളൊരു വീടാണ്. ഇവർക്ക് ഒരു കാറും ഒരു ഹോഴ്സും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ നടക്കുന്ന സമയത്തൊന്നും തന്നെ ഒരു വീട്ടിലും പുറത്ത് ആൾക്കാരെ നമ്മൾ കണ്ടില്ല കേട്ടോ. നടന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുത്തെ ആംബിയൻസ് ഒന്ന് കാണിച്ചു തരാവേ. കണ്ടിട്ട് ഇതെന്താന്ന് മനസ്സിലായല്ലോ അല്ലേ? പീനട്ടാണ്. പീനട്ടും പീനട്ടിൻ്റെ തോടുമാണ് ആ കിടക്കുന്നത്. എല്ലാ ടേബിളിലും ഒരു ബൗളിൽ ഫുൾ പീനട്ട് വെച്ചിട്ടുണ്ടാവും, റോസ്റ്റഡ് പീനട്ട്. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം, എത്ര വേണമെങ്കിലും റീഫിൽ ചെയ്യാം. നല്ല പൊടിയാണ് കയറിയപ്പോൾ തന്നെ. ഇത് ഫുൾ അവർ കഴിച്ചിട്ട് അതിൻ്റെ തോട് താഴെയാണ് ഇടുന്നത്. ഈ എന്തൊക്കെ ആചാരങ്ങളല്ലേ. കൈയൊന്നും ഫീൽ ചെയ്യുന്നില്ല ചേച്ചി, മരവിച്ചിരിക്കുക. ഓ മൈ ഗോഡ്. ബട്ട് ലുക്ക് അറ്റ് ദ വ്യൂ ഫ്രം ആ ടേബിൾ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. കുറച്ചുകൂടെ സൺലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും ബ്യൂട്ടിഫുൾ ആയേനെ. പക്ഷേ ഇത് മതി, നമുക്കിതൊക്കെ മതി. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. നമുക്ക് അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഒരു ട്രയലായിരുന്നു. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു രക്ഷയില്ലായിരുന്നു. വ്യൂ പോലെ തന്നെ, അല്ലെങ്കിൽ വ്യൂവിനേക്കാൾ അടിപൊളി. തീർന്ന വഴി അറിഞ്ഞില്ല ഒരെണ്ണം. ഒരു സാൻഡ്വിച്ച് 3 പേരും. പക്ഷേ തൊട്ടപ്പുറത്ത് ഒത്തിരി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ കയറി കഴിക്കാം എന്നുള്ള ഒരു പ്ലാനായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഒന്നേ കഴിച്ചുള്ളൂ. So we had a snacks. So we had a sandwich. നാക്ക് കുഴഞ്ഞു പോന്നു. കഴിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ലിപ്സ്റ്റിക് ഇടണമെന്ന് പറഞ്ഞ് പകുതി ലിപ്സ്റ്റിക് പോയി എന്നിട്ട് ടച്ച് പോയിട്ടില്ല എന്ന് പറയണേ. എന്റെയും പകുതി പോയി. എന്റെ പകുതി ഉള്ളൂ. ബാക്കി തിന്നു. എന്താ സംഭവിച്ചത് മനസ്സിലായി. പാത്രം നോക്ക്. ഞങ്ങൾ വിചാരിച്ചു തൊട്ടപ്പുറത്തെ ഒരു റെസ്റ്റോറൻറ്റും കണ്ടു, അപ്പൊ അവിടെയും കൂടെ പോയി ട്രൈ ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം മേടിച്ചു, കഴിച്ചു. ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോകണം. അടുത്ത സ്ഥലത്തേക്ക് പോണ വഴി പെട്ടെന്ന് എൻ്റെ കാല് തെറ്റി ഞാൻ അടുത്തൊരു കടയിലേക്ക് അങ്ങ് വീണു. സുവനിയേഴ്സ്. പെട്ടെന്ന് എനിക്കത് വാങ്ങിക്കേണ്ടി വന്നു. അങ്ങനെ ഞാനത് വാങ്ങി. തെറ്റാണോ? എന്ത് പ്രിട്ടി ആയിട്ടുള്ള ആക്സസറീസ് ആണല്ലേ. എനിക്കിത് എല്ലാം കൂടെ എടുത്തോണ്ട് ഓടാനാണ് തോന്നിയത്. എനിക്ക് ഈ പേൾസ്, ഇങ്ങനത്തെ ഞറുകണ പിറങ്ങണയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വാങ്ങിക്കാൻ തോന്നും. പിന്നെ തെരേസ് ചേച്ചി
എൻ്റെ അമ്മയായി പ്രവർത്തിച്ച് എന്നെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി ഇറക്കിയത് കൊണ്ട് ഞാൻ വാങ്ങിയില്ല. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് മിനിമം ഒരു 5 വാങ്ങിച്ചിട്ട് ഇറങ്ങുള്ളൂ. എനിക്ക് ഈ ബ്രേസ്ലെറ്റ്സ് ഭയങ്കര ക്രേസാണ്. അങ്ങനെ പാതി ദിവസം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് ഇരുട്ടി. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. പോണ വഴി നമ്മൾ വേറൊരു സ്ഥലം കൂടെ കയറിയിട്ടാണ് പോകുന്നത്. ആക്ച്വലി നടന്ന് മനുഷ്യൻ്റെ ഉപ്പാടിളകി. ബട്ട് സ്റ്റിൽ വി ആർ സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ആൻഡ് ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഇഫ് യു ക്യാൻ, ആംസ്റ്റർഡാമിൽ വരുന്നുണ്ടെങ്കിൽ, നെതർലാൻഡ്സിൽ വരുന്നുണ്ടെങ്കിൽ, പ്ലീസ് വിസിറ്റ് ഗീത്തോൺ. ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അങ്ങനെ നമ്മുടെ വണ്ടിക്ക് വിശന്നു, അപ്പോൾ ഫുഡ് കഴിക്കാൻ നമുക്ക് വിശന്നു, അപ്പം ഫ്യൂൽ അടിച്ചേ, നമുക്ക് വിശന്നു, അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. സോ നമ്മൾ അവിടെ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് പോവാം. നമ്മൾ ജസ്റ്റ് പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് സ്നാക്സും വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. സോ വൈന് പുകയൊക്കെ പോന്നു. റിയൽ ഫ്ലവറാ. ശരിക്കും റിയൽ ഫ്ലവർ അത്. ആ സീരിയസ്ലി ക്യാബേജ് പോലില്ലേ, റിയൽ ഫ്ലവർ അത്. പിടിച്ചു നോക്കി കണ്ടോ, റിയലാ. ഇത് 2 എടുത്തു. കുക്കി നല്ല കുക്കിയാന്ന് ഇങ്ങനെ കണ്ടപ്പോ ഇത് 2 എടുത്തു. ഇതും വാങ്ങി. ഇതെന്താന്ന് പേരെനിക്കറിയത്തില്ല, പക്ഷെ ഇത് വൻ തോൽവിയായിരുന്നു. നമ്മൾ ചുമക്കൊക്കെ കഴിക്കുന്ന ടോണിക് ഇല്ലേ, അതിൻ്റെ ഒരു ഫ്ലേവർ. ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. രാത്രി ആയതുകൊണ്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ എത്തിയിരിക്കുന്നത് ഇറ്റ്സ് എൻ ഓൾ ടൗൺ. അതുകൊണ്ട് സെൻറ്റർ പോലെ അത്ര ഹാപ്പനിങ് അല്ല. ബട്ട് സ്റ്റിൽ മെയിൻ ഏരിയാസിൽ കുറച്ച് ക്രൗഡും കാര്യങ്ങളും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഓപ്പൺ ആണ്. ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ? ഉട്രെക്റ്റ് എന്നാണ് ഞങ്ങൾ പറയാ. ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല. ശരിക്കും എനിക്കറിയില്ല, പക്ഷെ എഴുതിയിരിക്കുന്നുണ്ട്. ചെറിയ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. അറിയാവുന്നവരൊക്കെ വായിച്ചു. ഉട്രെക്റ്റ്. ഓക്കെ. ഇവര് വായിച്ചോട്ടെ. ആംസ്റ്റർഡാമിലെ അണ്ടർഗ്രൗണ്ട്. നാളെയാണ് നമ്മൾ ആംസ്റ്റർഡാമിലേക്ക് പോകുന്നത്. ഇപ്പോഴേ ഒരു ഫീല് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആ ബിൽഡിങ്ങിന്റെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് താഴെ ഫുൾ ഇങ്ങനെ റെഡ് ആംബിയൻസ് ആണ്. ഇറ്റ്സ് റിയലി നൈസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിറ്റി. ആംസ്റ്റർഡാം പോലെ തന്നെയുണ്ട്. ഇറ്റ്സ് എൻ ഓൾഡ് സിറ്റി, പക്ഷെ കുറച്ചുകൂടെ ക്രൗഡ് കുറവാണ്. ബട്ട് സ്റ്റിൽ സി സെൻറ്റർ പോലെ അത്രയും ക്രൗഡില്ല, പക്ഷെ കുറച്ച് കൊള്ളാം. ഇത് ഞാൻ എന്തോ റിവ്യൂ പറയുന്ന പോലെയൊക്കെ. ഈ കാണുന്നത് നെതർലാൻഡ്സിലുള്ള 14th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഡോം ടവറാണ്. നെതർലാൻഡ്സിലെ ഏറ്റവും വലിയ ടോളസ്റ്റ് ടവറാണ് ഇത്, ഡോം ടവർ. അങ്ങനെ ടോളസ്റ്റ് ചർച്ച് ടവറൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഭയങ്കര ടയേർഡായി, ഒത്തിരി നടന്നു. ഇനി ചെന്ന് കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങണം. നാളെയും നമുക്ക് ഇറങ്ങാനുള്ളതാണ്. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.